ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജിൽസ മാർത്ത. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാരൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. പാരൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളുടെ പാരൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇത് അവർക്കൊന്നും അറിയണം എന്ന് ഓർത്തിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. കാരണം കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റിയും പിന്നെ അതുകൂടാതെ കുറച്ച് ബിഹേവിയറലായിട്ടുള്ള കാര്യത്തിനെ പറ്റിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യം ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റി ആദ്യം പറയാം. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മിക്ക കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എല്ലാ കുട്ടികളും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴേ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ഫസ്റ്റ്ലി ഉള്ള ഒരു സംഭവം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കാണുക ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. വായിക്കാനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പറയുമ്പോൾ കുറച്ച് വേർഡ്സ് സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്നത് CAT ക്യാറ്റ്, ഇത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ക്യാറ്റിൻ്റെ ആ ഒരു സ്ഥലത്ത് എ എന്ന് പറയുന്ന ക്യാറ്റിന് ആ ഒരു എ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വായിക്കാൻ പറ്റില്ല. അതിന് പകരം വേറെ ലെറ്റേഴ്സൊക്കെ ആയിരിക്കും ഇവർക്ക് ഓർമ്മ വരുന്നത്. അവർക്ക് ആ ഒരു ലെറ്റേഴ്സ് ഇങ്ങനെ മിസ്സിങ് ആവണ പോലെ വായിക്കണ സമയത്തൊന്നും കിട്ടില്ല. പിന്നെ അതുകൂടാതെ ചില ലെറ്റേഴ്സ് തമ്മിൽ മാറിപ്പോവും. അപ്പോൾ ഇവർക്ക് Pയും Qയും അല്ലെങ്കിൽ Bയും Dയും ഒക്കെ വായിക്കുമ്പോൾ വേറെ അപ്പം അങ്ങനെ ഉണ്ടാവണതൊക്കെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ പറയണമെങ്കിൽ ഈ റൈമിംഗ് വേർഡ്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഒരേപോലെയൊക്കെ ഇവർക്ക് തോന്നും. അപ്പം അങ്ങനത്തെ കുറച്ച് വേർഡ്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു വേർഡ് എടുക്കാം, ആനിമൽ എന്നുള്ള വേർഡ് എടുക്കുക. അപ്പോൾ ANIMAL ആണ് ആനിമൽ. പക്ഷെ ഇവർ വായിക്കുമ്പോൾ ചിലപ്പോൾ N മാറിപ്പോവും, അമിനൽ നിന്നായിപ്പോ. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസിനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും കാണുന്ന പറഞ്ഞാണ് ADHD എന്ന് പറയുന്നത്. അതെന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഇതെല്ലാവർക്കും ഉള്ള ഒരു ഡിസോർഡറാണ്. ഇത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടാണ് ഫ്യൂച്ചറിൽ വലുതാകുമ്പോഴൊക്കെ ആയിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യണത്. പക്ഷെ നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ വലുതാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയണതാണ്. അതെന്ന് പറയണത് ഹൈപ്പർ ആക്ടിവിറ്റിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അഗ്രഷൻ ഉണ്ടാവും കുട്ടികൾക്ക് പൊതുവേ. പിന്നെ അതുകൂടാതെ ഏറ്റവും ഞാൻ കണ്ടേക്കുന്നത് എല്ലാവർക്കും അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ബോറടിക്കും. അവർക്ക് കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കയ്യിലിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. അല്ല ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിൽ കോൺസെൻട്രേഷൻ വളരെ കുറവായിട്ടുള്ളൊരു സംഭവമാണ് ADHD ഇങ്ങനെ ഉള്ളവർക്ക്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം സ്കെയില് പിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കൈയും കാലും വെറുതെ ഇരിക്കില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പല ഇപ്പോൾ ചിലപ്പോൾ വെറുതേക്ക് ഇങ്ങനെ ഓടി നടക്കും. അപ്പം എന്താണ്, ഒന്നും ഉണ്ടാവില്ല കാര്യം. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഇതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇത് കുറച്ച് കൂടുതലായിരിക്കും. ഈ ഇങ്ങനത്തെ പ്രോബ്ലമുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം ഡിസ്കാൽക്കുലിയ എന്ന് പറയും. ഡിസ്കാൽക്കുലിയ എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള കുട്ടികൾക്കാണ് ഈ സംഭവം വരുന്നത്. കാരണം അവർക്ക് മാത്സിനെ പറ്റി എന്ത് പറഞ്ഞാലും പറ്റില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അഡീഷനും സബ്സ്ട്രാക്ഷനും അല്ലെങ്കിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഇതൊക്കെ പറയുമ്പോഴേക്കും അവർക്കൊന്നും പറ്റില്ല. പിന്നെ അതുകൂടാതെ വേറെ കാണുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ നമ്മൾ ക്വാണ്ടിറ്റീസ് ഒക്കെ ഇല്ലേ, ക്വാണ്ടിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് കിലോഗ്രാമും ഗ്രാമും ആ ഒരു തമ്മിലൊക്കെ റിലേഷൻഷിപ്പ് ഇല്ല. 1000 gram is equal to 1 kilogram, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററും 100 centimeter is equal to 1 meter. അങ്ങനത്തെ കുറേ പിന്നെ ലിറ്റർ മില്ലി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ സംഭവങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഇതിൻ്റെ ഐഡിയ കിട്ടില്ല. മീൻസ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തിയറംസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടില്ല. ഇതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുകൂടാതെ അവർക്ക് ഇതിനകത്ത് തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും സിമ്പിൾസ് ഒക്കെ മാറിപ്പോവും. പിന്നെ അതുകൂടാതെ എന്താ പറയുക, മണി പൈസ കൗണ്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ പോയ പൈസ കൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രേൻ്റെ ബാക്കി ഇത്രയെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. പിന്നെ അതുകൂടാതെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. പിന്നെ സമയം നോക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാലും അതും ഇവർക്ക് പ്രോബ്ലം ആയിരിക്കും. ഇതാണ് മെയിൻലി ഈ ഒരു
കാറ്റഗറിയിൽ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ പറയണതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ബേസിക്കലി എഴുതുമ്പോൾ ഉള്ള പ്രശ്നത്തിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുടെ മെയിൻലി ഹാൻഡ് റൈറ്റിങ് വളരെ മോശമായിരിക്കും. നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം ഇതെന്താണ് സംഭവം എന്ന് അവർക്കും അറിയാൻ പറ്റില്ല. അവരോടൊന്ന് വായിച്ചു തരാൻ പറഞ്ഞാലും അവർക്ക് പറ്റില്ല. ഇത് വളരെ കോമൺ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ചിലവർ വേറെ ഏതൊക്കെയോ ഭാഷയിലൊക്കെ എഴുതി വെക്കോട്ടോ, ഒന്നും മനസ്സിലാവില്ല. ഏത് ലെറ്റേഴ്സാണെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് മെയിനായിട്ട് കണ്ടേക്കുന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതാൻ പറഞ്ഞാൽ അവർക്ക് വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മൈൻഡിൽ ഇത് വരില്ല. പിന്നെ അതുകൂടാതെ ഇപ്പോൾ സപ്പോസ് ഡോഗ് എന്നാണ് എഴുതേണ്ടത്, അവരെഴുതുമ്പോഴേക്കും DOG ഡോഗിന് പകരം DGO എന്നൊക്കെ എഴുതി വെക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും ഓർഡർ തിരിച്ചൊക്കെ എഴുതുമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഓർഡറും സംഭവങ്ങളൊക്കെ തിരിച്ച്. അപ്പോൾ പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണമെങ്കിൽ ഒരു വാക്ക്, ആ വാക്കിൻ്റെ ഇതിൻ്റെ അകത്തുനിന്ന് സ്പെല്ലിങ് മിസ്സായി പോവും. ഇപ്പോൾ എന്ന് പറയുക QUICK ആണ് ക്യുക്ക്. ഇവരെ ഇത് വരുമ്പോൾ QUIK ആയിപ്പോവും എന്ന് പറഞ്ഞാൽ ചില സ്പെല്ലിങ് ഇവർക്ക് മിസ് ചെയ്യും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഡിസബിലിറ്റിക്കുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടേക്കുന്നത് ഈ എന്നുള്ള ലെറ്ററൊക്കെ ഇല്ലേ തിരിച്ചെഴുതും. ഈ നേരെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി വെക്കും. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ അതുകൂടെ S ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കണം. S ഇങ്ങനെ എഴുതണ S-ന് പകരം ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് എക്സസൈസുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റും. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കില്ല. കാരണം നമുക്കിത് ചിലപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നമ്മളത് മാക്സിമം പാരൻസ് ശ്രദ്ധിച്ചാലാണുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ അതുകൂടാതെ ഈ പറയണ പോലെ ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മളൊരു സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞു, ചിലപ്പോൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനെ നടുക്ക് സ്പേസ് ഇടുമല്ലോ, നമ്മൾ ഓരോ വേർഡ്സ് കഴിയുമ്പോഴും സ്പേസ് ഇടുമല്ലോ. ഇത് ഈ കുട്ടികൾ ഇടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അതുകൂടാതെ ഈ അലൈൻമെൻറ്റ് വളരെ ഇതായിട്ടൊക്കെ ആയിരിക്കും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ അപ്പർ കേസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോളർ കേസ് ലെറ്റേഴ്സ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതി വെക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ രീതിയിലും വരുന്നു. അപ്പോൾ കേസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ ഡിസ്ഗ്രാഫി ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതുകൂടാതെ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന വേറൊരു ഡിസബിലിറ്റിയും കൂടിയുണ്ട്. ഇതെന്ന് പറയുന്നത് ഡെവലപ്മെൻ്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലം ആയിരിക്കും മെയിൻലി ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ പറയണത് ഇപ്പം പിന്നെ എക്സാമ്പിളായിട്ട് ഇത് ഞാൻ അധികം കണ്ടിട്ട് ഇല്ല എന്നാലും പറയുന്നേ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് ബേസിക്കലി ഇപ്പോൾ ഈ ചെരുപ്പൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറയില്ലേ, അപ്പം ചെരുപ്പല്ല ഷൂ ഒക്കെ ഇടാൻ പറയുമ്പോൾ ഷൂ ഒക്കെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലാതെ ഈ ബട്ടൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇടണമല്ലോ, അപ്പോൾ അത് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പം നമ്മളൊരു ബോൾ കൊടുക്കുക, ക്യാച്ച് ചെയ്യാൻ കൊടുക്കാനാണെങ്കിൽ അവർക്കത് പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു കുറച്ച്, പിന്നെ അതുകൂടെ നേരെ നിൽക്കാൻ പറ്റില്ല, പോസ്ചറിൻ്റെ ഒരു ഇംബാലൻസിങ്ങും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഉള്ളത്. പിന്നെ അതുകൂടാതെ ഇവർക്ക് കുറച്ചും കൂടി സ്പീച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുകൂടാതെ വേറൊരു സംഭവമുണ്ട്, അടുത്ത കാറ്റഗറിയാണ് അടിപൊളി. ഇതെന്ന് പറയുന്നത് ഞാൻ കണ്ടത് കൊണ്ട് പിന്നെ പറയണമെന്ന് ഓർത്തത് കൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ എല്ലാ കാര്യത്തിലും നുണ പറയാനുണ്ട്. നുണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് എല്ലാം എന്ന് പറഞ്ഞാൽ പറയണ അവർക്കറിയാം, ഇത് കേൾക്കുന്ന നമുക്കും അറിയാം നുണയാണെന്ന്, എന്നാലും പറയും. പക്ഷെ ഇതൊരു എന്താ പറയുക, നമുക്കിതൊരു പാറ്റേൺ ആയി പോകുമെന്ന് പറയില്ലേ നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇതെന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടും ഫ്യൂച്ചറിലും ഇത് തന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മളുടെ ചില ഇപ്പം ഈ പറയുമ്പോൾ നുണ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് നമുക്ക് ഈ ഒരു പ്രായത്തിൽ അത് അത്രയും അത് നിങ്ങൾ പാരൻസ് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ ചെറിയ നോണയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിടും. പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോഴേ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അടുത്തതാണ് കുറച്ച് ഇതായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഒരുത്തിയുടെ സ്കൂളിൽ നിന്നിട്ട് മുടി ഇവള് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, മുടി ഇങ്ങനെ തുമ്പിങ്ങനെ വെട്ടിയിട്ട് അതിങ്ങനെ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഓരോരുത്തരുടെയും പേര് എഴുതി വെക്കാൻ.
അപ്പം ക്ലാസ്സിൽ കിടന്നുറങ്ങിയ സമയത്ത് ഫ്രണ്ട്സ് വന്നിട്ട് ഇവിടെ നെറ്റിയുടെ ഈ ഭാഗത്തു നിന്ന് മുടി അങ്ങോട്ട് വെട്ടിയിട്ട് പേപ്പറിൽ ഒട്ടിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഉറങ്ങിക്കിടക്കണം കൊച്ചത് അറിഞ്ഞില്ല. മെയിൻലി ക്ലാസ്സിൽ കത്രികയായിട്ടാണ് പോകുന്നത്, കാരണം ക്രാഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇത് എന്നിട്ട് പിന്നെയാണ് അറിയണത് ഈ സംഭവം. അപ്പം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രസമുണ്ട്. അപ്പം ഈ മുടി അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ടും ഇത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ഇത് അത്ര തമാശയായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ മുടി കുട്ടികൾക്ക് വികൃതിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നും പറഞ്ഞ് വേറൊരു കുട്ടിയുടെ മുടി മുറിക്കാനും അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അത് കേട്ടപ്പോൾ കുറച്ച് ഡിസ്റ്റർബിങ് ആയി. അപ്പോൾ അതും കൂടി ഒന്ന് പറയാമെന്ന് ഓർത്തു. പിന്നെ അതുകൂടാതെ അടുത്തൊരു വേറൊരു ഇതെന്ന് പറയണത് ബാഡ് വേർഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നല്ല രീതിയിൽ ഞാൻ പറയുന്നത് LP സെക്ഷനിലുള്ള കുട്ടികളുടെ കാര്യമാണ്. ഇവർ പറഞ്ഞാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല LP സെക്ഷനിലെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ബാഡ് വേർഡ്സ് പറയാൻ പറ്റില്ല, അത്രയും കുട്ടികൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ LKG ഇട്ടിട്ട് കേൾക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അർത്ഥം നല്ല രീതിയിലൊക്കെ അർത്ഥമൊക്കെ അറിയാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ടെന്ന് പറയുന്നത് എന്ത്. അപ്പം നമുക്ക് ബാഡ് വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മിക്കതും അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുമ്പോൾ അത് ആ ഒരു പ്രായത്തിൽ എന്തിനാണ് അതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഇത് കുറേ പാരൻസിൻ്റെ നമ്മുടെ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് കുട്ടികൾക്കുണ്ടാവും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മിണ്ടരുത്. നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കട്ടെ, പക്ഷെ അത് യൂസ് ചെയ്യണോ വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ പാരൻസും പറയും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആവും എന്ന് പറയും. അപ്പം നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹാബിറ്റ് ആക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ ഇതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം രസമായിട്ടൊക്കെ തോന്നും. കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കോമഡി ആയിട്ട്, പക്ഷെ ഇത് അത്ര കോമഡിയൊന്നും അല്ല. ഇപ്പോഴേ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്യൂച്ചറിൽ മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയും നീ എന്നാ ദേഷ്യപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ദേഷ്യമാണ്, എൻ്റെ അപ്പൻ എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ്. അപ്പം ഞാൻ പറയും എല്ലാവർക്കും ഗുഡും ബാഡും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് നല്ലത് നോക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റിയും ഈ ഒരു സംഭവത്തിനെ പറ്റിയും ടീച്ചേഴ്സ് പറയണമെങ്കിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയണമെങ്കിൽ ഓക്കെ നമുക്ക് തോന്നും നമ്മുടെ മക്കളെല്ലാം പെർഫെക്റ്റ് ആണെന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ മക്കളെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ഒരു പ്രായത്തിൽ അവർക്ക് നല്ലൊരു എന്താ പറയുക അപ്ബ്രിങ്ങിങ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള തെറാപ്പികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ തന്നെ മിക്കവാറും BRC എന്നൊക്കെ ടീച്ചേഴ്സൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തെറാപ്പിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രോബ്ലത്തിന് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.